ഇതിപ്പോ നമ്മ വിളവെടുത്ത ഗണപതി നാരങ്ങയാണ്. അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ട ഇതേപോലെയാണ് ഗണപതി നാരങ്ങ. ഇങ്ങനെ കറിനാരങ്ങ എന്നുള്ള പേരുണ്ട്. 250 ഗ്രാം തുടങ്ങി 2 കിലോ വെയിറ്റ് വരെ വെക്കോട്ടെ ഈ നാരങ്ങക്ക്. ഇങ്ങനെ പുറത്ത് കണ്ട നല്ല പരുക്കനൊക്കെ ആണെങ്കിലും ഉള്ളില് കണ്ട നല്ല സ്പോഞ്ച് പോലെയാണ്. നല്ല മാംസളമായിട്ടുള്ള ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. നിറച്ച് കുരുവായിരിക്കുള്ളൂ. അപ്പൊ നമുക്കിതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരു പാകി മുളപ്പിച്ചും കമ്പ് മുറിച്ചും നട്ടൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. വേരിൽ നിന്നും പൊട്ടി തൈകൾ ഉണ്ടാകും കേട്ടോ. പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യത്തിന് നല്ലതാണ്. കൊളസ്ട്രോളിന് നല്ലതാണ്. പിന്നെ ആയുർവേദ മരുന്നുകളിലേക്ക് ഒരു പ്രധാന ചേരുവയാണ് ഈ ഗണപതി നാരങ്ങ. അപ്പൊ ഗണപതി നാരങ്ങ നമുക്ക് അച്ചാറിട്ട് കഴിക്കാം, ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം, പച്ചക്കും കഴിക്കാം. അപ്പൊ ഇടുമ്പോ നല്ല കയ്പ്പ് ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ഈ തോല് മുഴുവൻ കളഞ്ഞിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാല് ഒരു കയ്പും ഉണ്ടാവില്ല. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ഗണപതി നാരങ്ങയുടെ ഒക്കെ തൈകളൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം.